ഹായ്. അങ്ങനെ ഞങ്ങൾ കമ്പനിയെല്ലാം കണ്ട് ഞങ്ങളൊരു ഫലൂഡയൊക്കെ കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. രാവിലെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞിരുന്നപ്പോൾ കമ്പനി കാണണമെന്നും പറഞ്ഞ് മീറ്റിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾക്കായി പോയി. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പൂളിലെ വാട്ടർഫോൾസ് എല്ലാം ഓണാക്കിയിട്ടിരുന്നു. അതിമനോഹരമായിരുന്ന കാഴ്ചകൾ കണ്ട് ആദിയും പൊന്നും എല്ലാം വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ വണ്ടർ മാളിലേക്കാണ് പോകുന്നത്. ഇവിടെയുള്ള വണ്ടർ മാളിൽ നമുക്ക് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. ഞങ്ങൾ അതിനാണ് പോകുന്നത്. അതിവിശാലമായ ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. രാജസ്ഥാൻ മരുഭൂമിയാണെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം രാജസ്ഥാൻ മരുഭൂമിയാണെന്ന് തോന്നിയതേയില്ല. നമ്മളുടെ നാട്ടിലെ പോലെ വലിയ ചൂടൊന്നുമില്ല. പക്ഷേ നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുമാത്രമേ എനിക്ക് നമ്മളുടെ നാടും ഇവിടുത്തെയായിട്ട് വ്യത്യാസം തോന്നിയിട്ടുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയാണ് നല്ലതെന്നാണ് എനിക്ക് ഒന്നും കൂടി തോന്നിയത്. ആദ്യം ഞങ്ങളെക്കാട്ടി മുന്നേ ഓടി ആദ്യം വണ്ടർ മാളിലെത്തി. ഞങ്ങൾ വണ്ടർ മാളിൽ കയറി സാധനമെല്ലാം വാങ്ങിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ വന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ DJ പ്രോഗ്രാം ഇന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി DJ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവുകയാണ്. DJ പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഞങ്ങളുടെ കുറച്ച് ദൂരമുണ്ട്. ബാക്കി വിശേഷങ്ങളുമായി ഉടനെ വരാം. ഓക്കെ, ബൈ.